നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് രൂപയോട് ചന്ദ്രസേനൻ പറഞ്ഞു, കിരണിനെ കാണാനായിട്ട് ആ സ്റ്റെഫി ചെന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ടോ അവൾ കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയെന്ന് അവൾക്ക് സഹിച്ചിട്ടില്ല. അവളുടെ കാമുകനെയല്ലേ കിരൺ ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രൂപ പറഞ്ഞു, പ്രശ്നമാവോ? എന്ത് പ്രശ്നമാവാനായിട്ട്? എന്റെ മോനെ എങ്ങാനും ജയിലിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ ജയിലിലേക്ക് തിരികെ പോകത്തില്ല. അവളുടെ കാര്യം ഞാൻ അങ്ങോട്ട് തീർക്കൂന്ന് പറഞ്ഞു. ഇതേ ചന്ദ്രേട്ട വേണ്ട, അവളുടെ പിന്നാലെ പോയി ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവള് പറയുന്നതൊക്കെ അനുസരിച്ച് നമ്മളിരിക്കണം, ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അല്ല, ആ സി എ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ? എവിടുന്ന്? അയാൾ കൈക്കൂലി മേടിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ആ രീതിക്കൊന്ന് ശ്രമിച്ചു നോക്കായിരുന്നു. ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയതാ. പക്ഷെ അയാൾ നേരെ വാ നേരെ പോന്നുള്ള പ്രകൃതക്കാരനായതുകൊണ്ട് അതൊന്നും പറ്റില്ല രൂപേ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഈ പറയുന്ന ഗംഗാപ്രസാദ് നല്ലവനൊന്നും ആയിരുന്നില്ല, നല്ലവനൊന്നും അല്ലായിരുന്നല്ലോ, ദുഷ്ടനല്ലായിരുന്നോ? അവനെ പോലെയുള്ള ഒരുത്തനെ തീർത്തിട്ട് ജയിലിൽ പോവാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അന്തസ്സുണ്ട്. ഈ കുറ്റം ഞാനങ്ങ് ഏറ്റെടുത്തിട്ട് പോയാലും പ്രശ്നമില്ല, കാരണം അത്രയ്ക്ക് വിഷമമുണ്ട് മനസ്സിലെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് വന്ന് ശാരി പറഞ്ഞു, അല്ല സേന, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. രാഹുൽ ഇതുപോലെ ദുഷ്ടനൊക്കെ തന്നെയായിരുന്നു, പക്ഷേ എങ്കിൽ രാഹുലിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടത്ര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടില്ലല്ലോ. കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. രൂപ ചോദിച്ചു, എന്താടി നിനക്കിപ്പോ ഒരു സിമ്പതി നിന്റെ ഭർത്താവിനോട്? അല്ല രൂപ, രൂപയുടെ സഹോദരനല്ലേ? സഹോദരനോ? അവനെക്കുറിച്ച് എനിക്ക് അങ്ങനെ പറയാൻ പോലും അറപ്പാണ്. സഹോദരനാണ് പോലും. അവൻ ചെയ്ത ദുഷ്ടത്തരങ്ങള് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എന്റെ ചന്ദ്രനെ എന്നെ തമ്മിൽ അകറ്റിയത് അവൻ ഒറ്റയൊരുത്തനാ. എന്നാലും എത്രയൊക്കെയെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മരിച്ചു പോയില്ലേ, മരിച്ചവരോട് നമ്മൾ ശത്രുതയും ദേഷ്യമൊന്നും വെച്ചു കൊടുത്തിട്ട് കാര്യമില്ലോ. സേനം പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അവരെ പോലൊരു ദുഷ്ടൻ, അവന് കിട്ടേണ്ട ശിക്ഷയെ കിട്ടിയിരിക്കുന്നത്. അല്ല, ഇനിയിപ്പം വേണ്ടത്ത കർമ്മങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ രാഹുലിന്റെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ പോകുന്നില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞു. സേനം പറഞ്ഞു, മരിച്ചല്ലോ, അത് മതി. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒന്നിനും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ പേടിച്ചാൽ മതി, മരിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ജോ പറഞ്ഞു, നീ കൂടുതൽ സെന്റിമെന്റ്സുമായിട്ട് വരണ്ട. ആര് കണ്ട് ഇവൾമാരുടെയൊക്കെ മനസ്സിൽ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ അഭിനയിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രൂപയോട് ശരി പറഞ്ഞു, ഓ അങ്ങനെയൊന്നും പറയില്ല രൂപേ, നീ അങ്ങനെ ഇന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. എനിക്ക് അങ്ങനെ അയാളോട് ഇഷ്ടവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇടക്കാലം കൊണ്ട്. അയാൾ ചെയ്ത ക്രൂരതകളൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞു. ഒടുവിൽ ശാരി അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് രൂപ പറഞ്ഞു, കണ്ടില്ലേ പറഞ്ഞിട്ട് പോയത്, എനിക്ക് നല്ല സംശയമുണ്ട് ഇവരുടെയൊക്കെ കാര്യത്തിൽ. സേനം പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടെന്ന്. ഇതേസമയം ജയിലിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിക്രവും മനോഹറും ഒക്കെ. അപ്പോഴേക്കാണ് സഹതടവുകാരൻ വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഒന്നുമല്ലേലും ഈ പറയുന്ന കിരണ് നിന്റെ അളിയനല്ലേടാന്ന് ചോദിച്ചു. അവനല്ലേ ജയിലിൽ കിടക്കണേ? എന്റെ ചേട്ടാ, അവൻ ജയിലിൽ കിടക്കേണ്ടതാ, പണ്ടേ കയറേണ്ടതായിരുന്നു. അവൻ വലിയ പുണ്യാളാന്നും പറഞ്ഞ് നടന്നതല്ലേ, അവന് നല്ല ശിക്ഷ കിട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, നാണം ഉണ്ടോ നിനക്ക്? അവനൊരു ആണാന്ന് പറഞ്ഞു. പിന്നെ ആണ് വന്നിരിക്കുന്നു. ആ സമയം സഹതടവുകാരൻ പറഞ്ഞു, അതെ, ഈ ഗംഗ ഇവിടെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ചെന്നൈ വിറപ്പിച്ചവനാ, പക്ഷെ ഈ കിരണിനെ മാത്രം പേടിയുള്ളെന്ന്. ഒടുവിലെ കിരൺ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞില്ലേ. വിക്രത്തിന് സഹിച്ചില്ല. വിക്രം പറഞ്ഞു, നിങ്ങൾ അത്രയങ്ങ് സന്തോഷിക്കുകയൊന്നും വേണ്ട. മിക്കവാറും എന്റെ ഗംഗേട്ടനൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പിന്നെ പറ്റിയിട്ടില്ല പോലും. എടാ, അവൻ എത്ര ദുഷ്ടാണെന്ന് നിനക്ക് അറിയാലോ എന്നൊക്കെ മനോഹർ പറയണം. ഈ സമയത്ത് വിക്രം പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട. നീ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? നീ വലിയ പുണ്യാളനായിരുന്നല്ലോ, 1062 പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ച പുണ്യാളെ. അത് കേട്ടപ്പോൾ വിക്രത്തോട് മനോഹർ പറഞ്ഞു, നിനക്കതൊക്കെ പറയാം, എന്റെ സാഹചര്യം അതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെയായി തീർന്നേന്ന്. പക്ഷെ നിന്റെ അത്ര ഒന്നും വലിയ ദുഷ്ടനൊന്നും അല്ലടാ ഞാന്. എടാ, നീ വായി വെള്ളിക്കരണ്ടി കൊണ്ട് ജനിച്ചവനാന്നല്ലേ നിന്റെ അച്ഛൻ പറയാറ്. എന്നിട്ട് എന്തായി ഒടുവില്? ജയിലിലായില്ലേന്ന് ചോദിച്ചു. ഇതാടാ നിയോഗം എന്ന് പറയണേ. ശരിക്കും പറഞ്ഞാൽ നിനക്ക് മാന്യതയോടെ ജീവിക്കായിരുന്നു, അന്തസ്സോ അഭിമാനത്തോടെ ജീവിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വലുതും ഉണ്ടാകുമായിരുന്നോ? ഒരിക്കലും ഇല്ല. നീ എന്താ ചെയ്തേ? നിന്റെ അച്ഛനും അമ്മൂമ്മയൊക്കെ നിന്നെ നല്ല രീതിയല്ലേ വളർത്തി വലുതാക്കിയത്. നിനക്ക് വേണമെങ്കിൽ നല്ല ഉപദേശങ്ങൾ കേട്ട് നല്ല രീതിയിൽ പോവായിരുന്നു. പക്ഷെ അതിനു പകരം എന്നിട്ട് ഇപ്പൊ അവൻ വലിയ വർത്താനം പറയണു. അത് കേട്ട മനോഹർ പറഞ്ഞു, കൂടുതൽ എന്നോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടല്ലോ, നിന്നെ ശരിയാക്കൂന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ അഹങ്കാരം വർത്താനം പറഞ്ഞ് ഒരുത്തനാണ് ഇപ്പൊ തീർന്നിരിക്കുന്ന കാട്ടുമൃഗങ്ങളുടെ കടിയേറ്റ്. എന്താ, നിനക്കും അങ്ങനെ വേണോ? നീ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്കും ആ അവസ്ഥയായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് വിക്രത്തോട് മനോഹർ പറയണം. വിക്രം പറഞ്ഞു, അതിന് ഇനിയിപ്പോൾ അവര് വേറൊന്നും ജനിക്കണം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, എന്റെ ശത്രുക്കളെ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാന്ന് പറഞ്ഞു.
അപ്പോഴേക്കും മനോഹർ പറഞ്ഞു, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിനക്ക് തന്നെ പണി കിട്ടും എന്നും പറഞ്ഞിട്ട് മനോഹർ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പം നവീന് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ എന്ന് സംസാരിക്കണ സമയത്ത് കാർത്തി പറഞ്ഞു, അല്ല ആ സി ഐയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണെങ്കിൽ ചിലപ്പം അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരത്തില്ലെന്ന് ചോദിച്ചു. സി ഐക്ക് അവരോട് ഏറ്റവും കൂടുതൽ ദേഷ്യം കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അയാളല്ലേ ഈ പരിപാടികൾ കാണിച്ചേ. അല്ല നവീനെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്, ഇനി സി ഐക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യം കാണുമോന്ന്. ഹേ, അയാൾക്ക് അങ്ങനെ വൈരാഗ്യമൊന്നുമില്ല. അയാൾ നേരെ വാ നേരെ പോകുന്നുള്ള പ്രകൃതക്കാരനാ. അയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര നീതിമാൻ അയാള്. അയാളുടെ കയ്യിൽ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അതിന്റെ സത്യങ്ങൾ കണ്ടെത്താനായിട്ട് മാക്സിമം ശ്രമിക്കുമെന്ന് പറഞ്ഞു. അതിപ്പോ പണിയായല്ലോ എന്ന് പറഞ്ഞു. അതെ, പണിയായി. കിരണിനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിച്ചാൽ മതിയാവുള്ളൂ. കാരണം കല്യാണിയുടെ ഈ അവസ്ഥയിൽ കിരൺ ഒരു കാരണവശാലും അകത്തേക്ക് പോയിക്കൂടാ. പിന്നെ കിരൺ ആദ്യം സത്യങ്ങളൊക്കെ തുറന്നു പറയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തില്ലായിരുന്നു. അന്ന് അവിടെ ആ മണ്ഡപത്തിൽ ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് പ്രകാശം പറഞ്ഞു, എന്നാലും അതെങ്ങനെ സംഭവിച്ചെന്നാണല്ലോ മനസ്സിലാകത്തെ. അതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അന്ന് അങ്ങനെ സംഭവിച്ച സമയത്ത് പോലീസിനെ വിളിച്ചാൽ മതിയായിരുന്നു. കാർത്തികൻ ദിലീപിനെ കൊല്ലാൻ നോക്കിയ സമയത്ത് നടന്ന മൽപ്പിടുത്തത്തിനിടയിൽ അവൻ മരിച്ചെന്ന് നമുക്ക് ആക്കി തീർക്കായിരുന്നു. അതാകും പിന്നെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. പ്രകാശൻ ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ അവനെ രക്ഷിക്കാനായിട്ട് വേറെ മാർഗമില്ലെന്ന് ചോദിച്ചു. മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറ്റം ആരെങ്കിലും ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കുവാണെങ്കിൽ കിരണിനെയൊക്കെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. കിരൺ മാത്രമല്ല, വേലും രതീഷും ഒക്കെ അവിടെ ഉണ്ടല്ലോ. പിന്നെ ആ കുറ്റം ഏറ്റെടുക്കുന്ന ആളെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വരാനും പറ്റും നമുക്ക്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ ഇനിയിപ്പോൾ അവന് രക്ഷിക്കാൻ പറ്റില്ല. കല്യാണിക്ക് ഇത് വല്ലാത്തൊരു ഷോക്കായിരിക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാർത്തി പറഞ്ഞു, അത് ശരിയാ, കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. ആ ഗംഗാപ്രസാദ് ഒരു ദുഷ്ടനായിരുന്നു. അവൻ പണ്ടേ തീരേണ്ടവനാ. ലക്ഷ്മിയും പറഞ്ഞു, മോനെ, ഇത്തരക്കാരൊക്കെ സമൂഹത്തിൽ ജീവിച്ചിരുന്നുകൂടാ. പക്ഷെ ഇവനെ പോലുള്ള കൊടും ക്രിമിനലുകൾ കുറെ നാള് ജയിലിൽ കിടക്കും. ജയിലിൽ കിടന്നിട്ട് വീണ്ടും ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നവീൻ പറഞ്ഞു, അതുകൊണ്ടാണല്ലോ കിരൺ അവനെ ആ ഗംഗാപ്രസാദിനെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞത്. അല്ലായിരുന്നെങ്കിലോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയത്. അല്ല, ഈ ബോഡി എന്ത് ചെയ്യുന്ന കിരൺ ഇതുവരെയായിട്ടും പറഞ്ഞിട്ട് പോലുമില്ല. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തിയാണ് പറഞ്ഞ, ബോഡി ആ വീട്ടിലവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ്. അല്ല, അവിടെ വെച്ച് കിരൺ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. പോലീസ് ലോക്കപ്പല്ലേ, അങ്ങനെയൊന്നും തെളിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കിരണിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ടൊന്നും പറയണ്ടാന്ന്. കാരണം അതോടെ വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്ര സേഫ് അല്ലാന്ന് എനിക്ക് തോന്നി. പിന്നീട് നവീൻ പറഞ്ഞു, എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. നാളെ ഞാൻ കോടതിയിൽ പോയി കഴിയുമ്പോൾ ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, മോളെ ഫീസ് കൊടുക്കാൻ പറഞ്ഞു, എത്രയെന്ന് ചോദിച്ചിട്ട്. നവീൻ പറഞ്ഞു, ഫീസോ? അതിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ആൻറ്റി. ഞാനും കിരണും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമല്ലല്ലോ ഉള്ളത്. എനിക്ക് അവനെ രക്ഷിക്കേണ്ട കടമയുണ്ട്. എനിക്ക് അവനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. അതുകൊണ്ട് ഫീസിനെ കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട. അതൊക്കെ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം. പിന്നെ ഈ കേസിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ മുത്തശ്ശനോടൊന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ അഭിപ്രായം കൂടെ തേടിയിട്ടോ ഞാൻ എന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഉറപ്പായിട്ടും എനിക്ക് മുത്തശ്ശന്റെ ഒരു ഉപദേശം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണേ. സാരമില്ല, നിങ്ങളാരും വിഷമിക്കണ്ട, നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് നവീൻ പോകുന്നത്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കാദംബരിയും പ്രകാശനും ഒക്കെ കല്യാണിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ കല്യാണിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കല്യാണി ചോദിച്ചു, അല്ലച്ച എന്തിയെ കിരണേട്ടനെ കണ്ടതല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ കിരണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാർത്തിക ഒന്ന് ആലോചിച്ചു. കാർത്തി പറഞ്ഞു, കിരണെ ഹരിസാറിനോടൊപ്പം എന്തോ പ്രോജക്റ്റ് വർക്കിന്റെ മീറ്റിങ്ങിന് പോയിക്കോന്നു പറഞ്ഞു. പ്രോജക്റ്റ് വർക്കിന്റെ മീറ്റിങ്ങിനോ? ഞാനിങ്ങനെ കിടക്കണ സമയത്ത് കിരണേട്ടൻ ഒരിക്കലും പോവാറില്ലല്ലോ. എനിക്കെന്ത് വയ്യായിക വന്നിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, അതെ, ഡോക്ടർ പറഞ്ഞപ്പോൾ മോൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് കിരൺ മോൻ പോയെന്ന് പറഞ്ഞു. പേടിക്കണ്ട, ഞങ്ങളെല്ലാരും ഇവിടെ ഇല്ലേ, ഞങ്ങൾ മാറി മാറി നിന്നോളാം നിന്റെ അടുത്തെന്ന് പറഞ്ഞു. എന്തിനാ, അവൻ പോയി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എനിക്കാണെങ്കിൽ വീട്ടിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. കാദംബരി പറഞ്ഞു, ഈ മുറിവൊക്കെ ഉണങ്ങാൻ തന്നെ മാസങ്ങൾ പിടിക്കും. അതറിയാൻ ചേച്ചി, എന്നാലും എനിക്ക് ഇവിടെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കാർത്തിക പറഞ്ഞു, കല്യാണി നീ ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങണം, അറിയാലോ. ഇനി എഴുന്നേറ്റ് നടക്കണമെങ്കിൽ കുറേ കൂടെ താമസം പിടിക്കുമെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അവന് തീർത്തല്ലേ ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനെ. അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, അവനെ ഇഞ്ചിഞ്ചായിട്ട് തീർത്തു. കാരണം മൃഗങ്ങൾ അവനെ കടിച്ചു കീറിയാ കൊന്നത്. ചെയ്ത് കൂട്ടിയ ദുഷ്ടത്തരത്തിനൊക്കെ നല്ല അടിപൊളി ശിക്ഷ അവന് കിട്ടിയത്. അവൻ ഒരിക്കലും ഓർത്തിട്ടുണ്ടായിരിക്കില്ല അവന്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന്. അവൻ അത്രയ്ക്ക് ദുഷ്ടനല്ല അല്ലായിരുന്നോ മോളെന്ന് ചോദിച്ചു.
കല്യാണി പറഞ്ഞു, അതെ, അയാൾ അത്രയ്ക്ക് നല്ല ദുഷ്ടനായിരുന്നു. അല്ല, ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അച്ഛാ? എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക. മോള് വിഷമിക്കൊന്നും വേണ്ട. അച്ഛനല്ലേ പറയണേ. അതും പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ആ കല്യാണിയെ. കല്യാണിക്ക് പക്ഷെ വിഷമം ഉണ്ടായിരുന്നു. കിരണേട്ടനെ കുറിച്ചൊരു വിവരമില്ലല്ലോ. ഇവരിനി കള്ളത്തരം പറയുന്നതാണോ? കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും പേടിക്കേണ്ട കാര്യത്തിന് പേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒടുവില് കല്യാണി പറഞ്ഞു, അതെ, കിരണേട്ടൻ വരുവാണെങ്കിൽ എൻ്റെ അടുത്തേക്കൊന്ന് വരാൻ പറയണമെന്ന് പറഞ്ഞു. കാർത്തി പറഞ്ഞു, അതിനെന്താ, വന്നു കഴിയുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയാന്ന് പറഞ്ഞു. ചിലപ്പോൾ എപ്പോഴാ വരുന്നതെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ കല്യാണി അവർ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് പോലീസ് ലോക്കപ്പിൽ കിരൺ പറഞ്ഞു, കല്യാണിയെക്കുറിച്ച് ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് ടെൻഷന്. കാരണം കല്യാണി ഈ അവസ്ഥയിൽ കിടക്കുമല്ലേ. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, സാറേ, സാർ ഒരു കാര്യം ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്ക്. വേലു പറഞ്ഞു, ഏയ്, നിങ്ങൾ രണ്ടുപേരും പോയിക്കോ. ഞാൻ കുറ്റമൊക്കെ ഏറ്റെടുത്തിട്ട് ഞാൻ പോക്കോളാം അകത്തേക്ക്. അതിന്റെ ആവശ്യമുള്ളൂ. സാർമാർ രണ്ടുപേരും പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അയാളുണ്ടല്ലോ, ആ CI, അയാൾ ഈ കേസ് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെയൊക്കെ പേരിലാണ് ചാർജ് ചെയ്തിരിക്കുന്ന കേസുകളും കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് കോടതിയിൽ കാര്യങ്ങളൊക്കെ അയാൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ ഈ പറയുന്ന ഗംഗാപ്രസാദ് എത്ര ക്രൂരനാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന, നവീനും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് പൊടുപ്പ് നിറങ്ങളും വെച്ച് അവന് അവതരിപ്പിക്കുകയും ചെയ്യും. ഈ പറയുന്ന നവീന് അനി ജയിലിലേക്ക് പോകാതെ അനിയാനൊന്ന് രക്ഷിച്ച. കാരണം മൂർത്തി മുത്തശ്ശനും മുത്തശ്ശി അവരൊക്കെ ജയിലിലേക്ക് പോകേണ്ടതായിരുന്നു. നവീൻ കാരണമാണ് അവരെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ നമ്മളെ രക്ഷിക്കാനായിട്ട് ആ വക്കീൽ അങ്ങോട്ട് വരുമായിരിക്കുമല്ലേന്ന് ചോദിച്ചു. വരും, ധൈര്യമായിട്ടിരിക്കുക. അല്ല, എനിക്ക് പേടിയുണ്ടായിട്ടല്ല, ഞാനങ്ങ് പറഞ്ഞെന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് കോടതിയിലേക്ക് പോവാണ് അവര്. കാരണം ജാമ്യം എടുക്കേണ്ട ദിവസമായി. ജാമ്യം കിട്ടുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത്. പറയാൻ പറ്റില്ല, ഒരു ഉറപ്പുമില്ല. CI അതുപോലുള്ള തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം കിരണിനും അറിയായിരുന്നു. അങ്ങനെ ഒടുവില് കോടതിയിൽ വിസ്താരങ്ങളും കാര്യങ്ങളും തുടങ്ങുകയാണ്. അപ്പൊ വേലുവിനെ ആണ് ആദ്യം വക്കീല് വിസ്തരിക്കുന്നത്. അങ്ങനെ ഭാഗം വക്കീല് വേലുവിനെ വിസ്തരിക്കുന്ന സമയത്ത് വേലുവിനോട് പറഞ്ഞു, നിങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ മാമനെ നിങ്ങളുടെ ഭാര്യയുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ആ ഗംഗാപ്രസാദ് ഇല്ലാതാക്കിയത്. അതുമാത്രമല്ല, നിങ്ങളുടെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയെ അവൻ സ്നേഹിച്ച് വസ്താക്കാൻ ശ്രമിച്ച് നിങ്ങൾക്ക് സഹിക്കാവുന്ന കാര്യമായിരുന്നില്ല. അതിന്റെയൊക്കെ പ്രതികാരം വന്നോണം നിങ്ങൾ എന്ത് ചെയ്തു? ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് അയാളുടെ തലക്കടിച്ച് അയാളെ കൊലപ്പെടുത്തിയല്ലേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോ വേലു ഒരു നിമിഷം നിശബ്ദനായി. പിന്നീട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാറേ എന്ന് പറയാണ്. ചെയ്തിട്ടില്ലെന്നോ? അപ്പം നിങ്ങൾ ഇന്നലെ പോലീസിനോട് പറഞ്ഞോ? അത് പിന്നെ അവരെന്നെ തല്ലിക്കഴിഞ്ഞപ്പോൾ ഞാൻ നിവൃത്തി കേട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, അല്ല, ഇതെന്താ ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് വേറെ കാര്യങ്ങൾ പറയണേന്ന് ചോദിച്ചു. വക്കീല് പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിങ്ങളോട് ആരാ പറഞ്ഞേ? കൂടത്ത് നിൽക്കുന്നവനാണോ അതോ അവിടെ ഇരിക്കുന്ന വക്കീലാണോ എന്ന് ചോദിച്ചു. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, എത്ര വരെ പഠിച്ചിട്ടുണ്ട് വേലു? ഒരു 2ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ, പിന്നെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ബുദ്ധി അതിന്റെ അല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ വേലു ഒന്നും മിണ്ടിയില്ല. കാരണം വേലുവിനറിയാം ഇവർ തിരിച്ചു മറിച്ചുമൊക്കെ ചോദ്യം ചോദിക്കും, ഒരു കാരണവശാലും ഒന്നും സമ്മതിച്ചു കൊടുക്കല്ലെന്ന്. പിന്നീട് പറഞ്ഞു, അതെ, വേലു കുറ്റം സംഭവിച്ച കാര്യമാണ്. അത് മാത്രമല്ല, ഈ നിൽക്കുന്ന കിരണ് മർദ്ദിച്ച് അവശനാക്കിയ ഗംഗാപ്രസാദിനെ ഇരുമ്പുതണ്ടിന് തലക്കടിച്ചു കൊലപ്പെടുത്തി വേലു തന്നെയല്ലേന്ന് ചോദിച്ചു. വേലു പറഞ്ഞു, ഞാനല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ സാറേ എന്ന് പറഞ്ഞു. പിന്നീട് കിരണിന്റെ നേർക്ക് തിരിവാണ്. കാർത്തികയുടെ കല്യാണത്തിനെന്ന് മണ്ഡപത്തിലേക്ക് മതിൽ ചാടി വന്ന ഗംഗാപ്രസാദിനെ നിങ്ങൾ അവിടെ ഇട്ട് ശരിയാക്കി നന്നായിട്ട് തല്ലി ചതച്ചു. ഒടുവില് നിങ്ങൾ ആ ബോഡി എവിടെയോ കൊണ്ടോ മറവ് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടാളികളുണ്ട്, അത് എവിടെയാണെന്നും പറയണമെന്ന് പറഞ്ഞു. എവിടെയാണ് നിങ്ങൾ കൊണ്ടേ ബോഡി മറവ് ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് മാത്രമല്ല, അയാളെ നിങ്ങൾ തല്ലി ചതച്ചില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. കിരൺ ഒന്നും പറയാതെ നിൽക്കുകയാണ്. കാരണം കിരണിനോട് നവീൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ പറയണം, എന്ത് പറയണം എന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു.